വിഷ്ണു മഞ്ജു നായകനായി എത്തുന്ന കണ്ണപ്പ എന്ന തെലുങ്ക് ചിത്രം നാളെ തിയേറ്ററുകളിൽ എത്തും. ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിലാണ് സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത്. കണ്ണപ്പയിൽ കിരാത എന്ന വേഷത്തിൽ മോഹൻലാലും എത്തുന്നുണ്ട്. ഇത് ചെറുതല്ലാത്ത ആവേശം തന്നെ മലയാളികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആന്റണി പെരുമ്പാവൂരിന്റെ ഉടമസ്ഥതയിലുള്ള ആശീർവാദ് സിനിമാസ് ആണ് കണ്ണപ്പ കേരളത്തിൽ എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച ചിത്രത്തിന്റെ ബുക്കിംഗ് പുരോഗമിക്കുകയാണ്. വിഷ്ണു മഞ്ജുവിനൊപ്പം മോഹൻലാൽ, പ്രഭാസ്, അക്ഷയകുമാർ, മോഹൻകുമാർ, ശരത് കുമാർ, കാജൽ അഗർവാൾ തുടങ്ങിയ വൻപൻ താരനിര ഒരുമിക്കുന്ന ചിത്രം തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലാണ് റിലീസിന് എത്തുന്നത്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രമാണ് കണ്ണപ്പ. ശിവഭക്തന്റെ കഥയാണ് ചിത്രം പറയുക. 100 കോടി ബജറ്റിലാണ് കണ്ണപ്പ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ട്. കണ്ണപ്പയിലൂടെ തെലുങ്കിലേക്ക് എത്തുന്ന ബോളിവുഡ് താരം അക്ഷയകുമാർ ശിവന്റെ വേഷത്തിലാണ് എത്തുക. കഥാപാത്രത്തിനായി നടൻ 6 കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങിയതെന്നാണ് റിപ്പോർട്ട്. കിരാത എന്ന കഥാപാത്രമായി എത്തുന്ന മോഹൻലാൽ 1 രൂപ പോലും പ്രതിഫലം വാങ്ങിയില്ല എന്നാണ് വിഷ്ണു മഞ്ജു നേരത്തെ പറഞ്ഞിരുന്നത്. രുദ്ര എന്ന കഥാപാത്രത്തെയാണ് പ്രഭാസ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. മോഹൻലാലിനെ പോലെ പ്രഭാസും പ്രതിഫലം കൈപ്പറ്റിയിട്ടില്ല. തിന്നൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ വിഷ്ണു മഞ്ജു അവതരിപ്പിക്കുന്നത്. കാജൽ അഗർവാളാണ് ചിത്രത്തിൽ പാർവതിയുടെ വേഷത്തിലെത്തുന്നത്. വിഷ്ണു മഞ്ജു, കാജൽ എന്നിവരുടെ അടക്കം മറ്റു താരങ്ങളുടെയൊന്നും പ്രതിഫല തുക പുറത്തുവിട്ടിട്ടില്ല.